പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളത്തിൽ നിന്ന്, നമ്മുടെ അകത്തുനിന്ന് വരേണ്ട ഒന്നാണ്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ട ഒന്നാണ്. ഒരാൾ പ്രാർത്ഥിച്ചത് അതുപോലെ നമ്മൾ അനുകരിച്ച് പ്രാർത്ഥിക്കുകയല്ല ശരിക്കും വേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്ന് ദൈവത്തെ വിളിക്കണം. ചങ്ക് പൊട്ടി ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും, മണിക്കൂറുകളൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും, ഹൃദയം ഒന്ന് തുറന്നൊന്ന് നിലവിളിച്ചാൽ കർത്താവ് അടുത്ത് വരും. നിങ്ങളോടാ സംസാരിക്കുന്നേ ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവം നിങ്ങളുടെ മുറിയിൽ വരും, ദൈവം നിങ്ങളുടെ ചർച്ചിൽ വരും, ദൈവം നിങ്ങളുടെ ആരാധനയിൽ വരും. ഒന്ന് വിളിച്ച് കർത്താവിനെ, വാ തുറന്നൊന്ന് വിളിച്ച്. യെശയ്യാ 59:1 പറയുന്നു, രക്ഷിപ്പാതിരിപ്പാൻ അവൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ അവൻ്റെ കാതുകൾ മന്ദമായിട്ടില്ല. യിരെമ്യാ 33:3 എഴുതിയിട്ടുണ്ട്, എന്നെ വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ നിനക്ക് ഉത്തരം അരുളും, നീ അറിയാത്തതും മഹത്തായതും അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ലൂക്കോസ് സുവിശേഷം 18:7-8 എഴുതിയിട്ടുണ്ട്, ദൈവമോ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഇന്ന് ഹൃദയം തുറന്ന് വിളിക്കാൻ തയ്യാറാകണം. തിമായുടെ മകനായ ബർത്തിമായി വിളിച്ചത് നാട്ടുകാർ പറഞ്ഞു കൊടുത്ത ആ ഇൻഫർമേഷന്റെ ബേസിലല്ല. അവന്റെ നീഡ് എന്തായിരുന്നോ, അവന്റെ ആവശ്യം എന്തായിരുന്നോ, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ യേശുവിനെ കണ്ടത്. അവനിപ്പോൾ യേശുവിനെ വേണ്ടത് അവന്റെ സൗഖ്യദായകനായിട്ടാണ്. ഹല്ലേലൂയ. തിമായുടെ മകനായ ബർത്തിമായി യേശുവേ ദാവീദ് പുത്ര എന്ന് വിളിച്ചത് അവനറിയാം. ദാവീദ് ഗോത്രത്തിൽ നിന്ന് കടന്നു വരുന്ന, ദാവീദിന്റെ പേരായിരിക്കുന്ന, ദാവീദിന്റെ പുത്രനായിരിക്കുന്ന, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാനുള്ള സൗഖ്യദായകനായവൻ, മശീഹായവൻ യേശു ക്രിസ്തുവാണ്. അവന് മാത്രമേ എൻ്റെ കണ്ണുകളെ സുഖപ്പെടുത്താൻ കഴിയുള്ളൂ. യേശു അവനെ അടുത്ത് വിളിച്ച് നിർത്തി ചോദിച്ചില്ലേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ പറയാൻ? വേറൊന്നും പുള്ളി പറഞ്ഞില്ലല്ലോ. അവൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് കാഴ്ച പ്രാപിക്കണം. യേശു അവനോട് കാഴ്ച പ്രാപിക്കാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ വിളി ട്രാൻസ്ലേഷൻ പോലെ പറഞ്ഞ വിളിയല്ല. ആ വിളി വിശ്വാസത്തിൽ നിന്ന് വന്ന, വെളിപ്പാടിൽ നിന്ന് വന്ന ഒരു വിളിയായിരുന്നു. മോശയോട് ദൈവം പറഞ്ഞില്ലേ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന്. അതിന്റെ ഒരർത്ഥം ഇങ്ങനെയാണ്, ഞാൻ നിനക്ക് എന്താകണമോ ഞാൻ അതായിരിക്കും. ഞാൻ നിനക്ക് സൗഖ്യമില്ലേ, ഞാൻ നിന്റെ സൗഖ്യദായകനെന്ന് യേശു പറയുകയാണ്. നീ പാപിയാണോ, അവൻ നിന്റെ പാപത്തിന്റെ വിമോചകനാണ്. നീ എന്താഗ്രഹിക്കുന്നോ അവൻ നിനക്കതായിത്തീരും.